السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ബഖറയിലെ 48-ാമത്തെ ആയത്തിലടങ്ങിയ വ്യാകരണ നിയമങ്ങളാണ് ഇന്നലെ നാം പഠിച്ചത്. അതിനെ തുടർന്നുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആ ആയത്തുകൾ ഒന്നുകൂടി കേൾക്കുക. أعوذ بالله من الشيطان الرجيم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون.
يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. ഈ ആയത്തുകളിൽ അടങ്ങിയ നിയമങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതായത് ബനു ഇസ്രായേൽ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുകൊണ്ട് അവർക്ക് മുമ്പ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുവാനും ലോകർക്ക് മീതെ അവരെ ശ്രേഷ്ഠരാക്കിയതിനെക്കുറിച്ച് അനുസ്മരിക്കുവാനുമൊക്കെ അല്ലാഹു അവരോട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ എന്ന ആയത്തിൽ واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون എന്ന ആയത്തിൽ അവരോട് ഒരു ദിവസത്തെക്കുറിച്ച് സൂക്ഷിക്കുവാനും ആ ദിവസം ഒരു നഫ്സും മറ്റൊരു നഫ്സിന് ഉപകരിക്കുകയില്ല എന്നും അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശയോ പ്രായശ്ചിത്തമോ സ്വീകരിക്കപ്പെടുകയില്ല എന്നും അവിടെ സഹായിക്കപ്പെടുകയില്ല എന്നും അല്ലാഹു അറിയിക്കുകയാണ്. അതിനുശേഷം വഇദ് നജ്ജൈനാകും മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും. വഇദ് വാവ് വാവെന്താണ് ഇസ്തിനാഫിന്റെ വാവാണ്. കാരണം ഇത് മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വാവ് ഇസ്തിനാഫാണ് അല്ലേ? ഇത് എന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അല്ലെ? എന്താണ് ഇത് എന്ന് പറയുന്നത്? ലർഫ് സമാൻ മാദി അല്ലെ? മാദിയായ ലർഫ് സമാനാണ്. മബ്നിയുൻ അല സുകൂൻ. ഇത് ലർഫ് സമാൻ മാദി മബ്നിയുൻ അല സുകൂൻ. ഇതിന്റെ മഹൽ എന്താണ്? ഫി മഹല്ലി ഫി മഹല്ലി നസ്ബ്. എങ്ങനെയാണത് നസ്ബാവുന്നത്? ഇത് എന്നത് ഏതിന്റെ മഫ്ഊൽ ബിഹിയാണ്? ഉദ്കുർ എന്ന ഒരു ഫിഅല് അവിടെ, ഉദ്കുർ എന്നൊരു ഫിഅല് അവിടെ ഉണ്ട് അല്ലേ? ഉദ്കുർ ഇത് എന്നാണ്. ഈ സ്മരിക്കുക ഇത് ആ സന്ദർഭത്തെ. അപ്പോൾ ഉദ്കുർ എന്ന ഒരു ഫിഅല്, മഹ്ദൂഫ് ചെയ്യപ്പെട്ട ഒരു ഫിഅല് അവിടെ ഉണ്ട്. അപ്പോ എങ്ങനെ പറയാം? ഇത് എന്ന് പറയുന്നത് ലർഫു സമാൻ മാദി മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി ലിഫിഅലിൻ في محل نصب مفعول به فعل محذوف تقديره اذكر.
ഉദ്കുർ എന്ന തഖ്ദീറോട് കൂടിയുള്ള ഹദ്ഫ് ചെയ്യപ്പെട്ട ഒരു ഫിഅലിന്റെ മഫ്ഊൽ ബിഹി ആയിട്ട് നസ്ബിന്റെ മഹല്ലില് സുക്കൂനുൽ മബ്നിയായ ഒരു ളർഫ് സമാൻ മാളിയാണ് ഇത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ളർഫ് സമാൻ മാളി എന്ന് പറയാനുള്ള കാരണം? ളർഫ് സമാൻ മാളി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതെ, കഴിഞ്ഞു പോയ കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പറയുന്ന കാര്യമാണ് ഇത് എന്നത്. മനസ്സിലായല്ലോ? കഴിഞ്ഞു പോയ കാര്യം പ്രത്യേകമായി, അല്ലാതെ ഇപ്പോൾ സംഭവിക്കുന്ന ഇതാ എന്ന പ്രയോഗമോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത് പോലെയുള്ള സംഭവമോ അല്ലാത്ത ഒരു ളർഫ് സമാനാണ് ഇത്. ഒരു പ്രത്യേകമായ ളർഫ് സമാനാണ് ഇത് എന്ന പ്രയോഗം. ഇത് നജ്ജൈനാകും, وإذ نجيناكم نجيناكم نجا وإذ نجيناكم. നജ്ജ എന്ന ഫീലിൽ നിന്നാണ് അതുണ്ടാകുന്നത്, അല്ലെ? നജ്ജ, യുനജ്ജി. നജ്ജ എന്നാണ് അതിന്റെ അടിസ്ഥാനപരമായ പദം. നജ്ജ, യുനജ്ജി. അവിടെ اليوم ننجيك ببدنك وتكون لمن خلفك آية എന്ന് പറയുന്ന ഫിറഔനെ സംബന്ധിച്ച്, ഫിറഔനിന്റെ മൃതദേഹം, മയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, അത് നിനക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കി അതിനെ നിലനിർത്തും എന്ന ആയത്തിൽ പറഞ്ഞ വല്യൗമ നുനജ്ജീക എന്ന് പറയുന്ന ആ ആയത്തിൽ പറഞ്ഞ നജ്ജ യുനജ്ജി എന്നതിനെ സംബന്ധിച്ച് അതിൽ നിന്നാണ് എന്താണ് നജ്ജൈനാക്കും, നജ്ജൈന എന്ന് പറയുന്നത് നജ്ജൈന. അതിന്റെ സ്ഥാനം എങ്ങനെയാണ്? നജ്ജൈന എന്ന് പറയുന്നത് ഫിഅൽ മാദിയാണ്. നജ്ജ, നജ്ജയ, നജ്ജു. ജമ്മ് മുതകല്ലിമാണ്. നജ്ജൈതു, നജ്ജൈന, അല്ലേ? നജ്ജൈത, നജ്ജൈതുമാ, നജ്ജൈതും, നജ്ജൈതി, നജ്ജൈതുമാ, നജ്ജൈതുന്ന, നജ്ജൈതു, നജ്ജൈന. അത് മുതകല്ലിമ ജംആയി വരുന്നതാകുന്നു. ഇത് നജ്ജൈന എന്നത്
ഫിഅല് മാദിയാണ് അല്ലേ? നജ്ജൈന എന്ന് പറയുന്നത് ഫിഅല് മാദിയാണ്. നജ്ജൈ എന്നതിലാണ് നിൽക്കുന്നത്. അതിന് ശേഷം വരുന്നതാണ് ന. അപ്പൊ ഫിഅല് മാദി മബ്നിയുൻ അല അസ്സുകൂൻ അല്ലേ? പിന്നെ ന എന്ന് പറയുന്നത് വമീർ മബ്നിയുൻ അല സുകൂൻ. നജ്ജൈന. في محل رفع فاعل لا في محل رفع فاعل. ضمير مستتر مبني على السكون في محل رفع فاعل. نجينا. പിന്നെ കും എന്നത് നജ്ജൈനാക്കും നജ്ജൈനാക്കും ضمير مبني على السكون. കും എന്ന് പറയുന്നത് നജ്ജൈനാക്കും നിങ്ങളെ സംരക്ഷിച്ചു എന്നതാണല്ലോ. അല്ലാഹ് ഇത് നജ്ജൈനാക്കും നിങ്ങൾ അനുസ്മരിക്കുക, നിങ്ങൾ അനുസ്മരിക്കുക. നജ്ജൈനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. മഫൂൽ ബിഹിയാണ് അല്ലേ? അപ്പോ കും എന്ന് പറയുന്നത് ضمير മബ്നി على السكون في محل نصب. എന്താണ്? മഫ്ഊൽ ബിഹി. ശരി, മഫ്ഊൽ ബിഹിയ. പിന്നെ وإذ نجيناكم من حرف جر آل فرعون. وإذ نجيناكم من آل فرعون. من آل ആൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ, കൂടെയുള്ളവർ, കൂട്ടക്കാർ, കൂട്ടുകാർ എന്നൊക്കെ പറയുന്ന അർത്ഥം. ആൽ, ആലുൻ. അവിടെ എല്ലാവരും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ശരി. അപ്പം പരമാവധി കേൾവിക്കാരാവാതെ ഒന്ന് ടൈപ്പൊക്കെ ചെയ്ത് ആക്റ്റീവ് ആവുക എല്ലാവരും. ശരി. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് മിൻ ആലി ഫിർഔന. മിൻ എന്ന് പറയുന്നത് ഹർഫ് ജർ. ആൽ, ആലി എന്നാവാനുള്ള കാരണം അത് ഇസ്മ് മജ്റൂറാണ്. അത് ഇസ്മ് മജ്റൂറാകുന്നു. മിൻ ആലി ഫിർഔന. മിൻ ആലി, ആലു ഫിർഔൻ. ആലു ഫിർഔൻ ആണ് അല്ലേ?
അവിടെ മുളാഫ് ഇലൈഹിയാണ്. ഫിറഔനിന്റെ കൂട്ടുകാർ. അപ്പൊ ഫിറഔനിന്റെ കൂട്ടുകാർ എന്നുള്ള നിലക്ക് അത് മുളാഫ് ഇലൈഹിയാണ്. ആലു ഫിറഔൻ. അത് ആലി എന്നാവാനുള്ള കാരണം അതിന് മുമ്പ് പിന്നെ ഫിറഔൻ എന്ന് പറയുന്നത് മുളാഫ് ഇലൈഹി മജ്റൂറാണ്. മുളാഫ് ഇലൈഹി ഫിറഔനു എന്നത് ഫിറഔന എന്നാവുന്നത് എന്തുകൊണ്ടാണ്? അത് മുളാഫ് ഇലൈഹി മജ്റൂറായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഫിറഔൻ എന്ന് പറയുന്നത് മുളാഫ് ഇലൈഹി മജ്റൂർ എന്നാകും. മുളാഫ് ഇലൈഹി മജ്റൂർ. وإذ نجيناكم من آل فرعون يسومونكم സാമ യസൂമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സാമ യസൂമു എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അനുഭവിപ്പിക്കുക എന്നതാണ് സാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ യസൂമു. അപ്പൊ അത് ഫിയല് മുളാരിയാണ്. സാമ യസൂമു ഫിയല് മുളാരിയാണ്. ഫിയൽ മുളാരി മർഫൂആയ ഫിയൽ മുളാരിയാണ്. കാരണം സാമ യസൂമു യസൂമൂന എന്ന് പറയുമ്പോൾ അവിടെ വാവുൽ ജമാഅത്ത് ചേരുന്നു. ആ വാവുൽ ജമാഅത്ത് എന്താണ്? ഫിയല് വാവുൽ ജമാഅത്ത് എന്താകുന്നു? ضمير مبني على السكون لا في محل رفع فاعل في محل رفع فاعل. പിന്നെ കും യസൂമൂനക്കും എന്നത് അതും ളമീറാണ്. മബ്നിയുൻ على السكون في محل نصب لا مفعول به. ആദ്യത്തെ ളമീർ അതായത് യസൂമൂന അല്ല, അവിടെയുള്ള വാവുൽ ജമാഅത്ത് അങ്ങനെയാണ്. യസൂമൂനക്കും കും എന്നത് ളമീറാകുന്നു. അവിടെ വരുന്ന വാവുൽ ജമാഅത്തും പിന്നീട് വരുന്ന കും എന്ന രണ്ട് ളമീറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാവുൽ ജമാഅത്തും കും രണ്ടും ളമീറാണെന്ന് പറഞ്ഞു. ളമീറും മബ്നിയുൻ അല സുക്കൂനാണ് രണ്ടും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നു? ഒരു ളമീർ, ആദ്യത്തെ ളമീർ മുസ്തതിറാണ്, രണ്ടാമത്തേത് മുസ്തതിറല്ല, മുത്തസിലാണ്. അപ്പോ وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ നിങ്ങളെ
അനുഭവിപ്പിക്കുന്നു എന്നാണ് യസൂമൂനക്കും. അപ്പോൾ നിങ്ങളെ അനുഭവിപ്പിച്ചു കൊണ്ടിരുന്ന വൈദ്നജൈനാക്കും മിൻ ആലി ഫിറഔന, ആ ഫിറഔനിനെ വൈദ്നജൈനാക്കും, ആ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുക. നജ്ജൈനാക്കും മിൻ ആലി ഫിറഔന, ഫിറഔനിന്റെ കൂട്ടുകാരിൽ നിന്നും നിങ്ങളെ നാം സംരക്ഷിച്ച ആ കാര്യത്തെ നിങ്ങൾ ഓർക്കുക. യസൂമൂനക്കും, അവർ നിങ്ങളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കെ ആ ഒരു സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക. സൂ അൽ അദാബി, സൂ അൽ അദാബി, സൂ അൽ അദാബി. ഇവിടെ സൂ അൽ അദാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹീനമായ ശിക്ഷ, ഹീനമായ കടുത്ത ശിക്ഷ എന്നർത്ഥം. സൂ എന്നത് സൂഉൻ, സൂഉൽ അദാബാണ്. സൂഉൽ അദാബ്, സൂഉൽ അദാബ്. അതെന്താകുന്നു? മുദാഫ് ഇലൈഹിയാണ് അല്ലെ? മുദാഫ് ഇലൈഹിയാണ്. പക്ഷെ അത് സൂഅ എന്നാവാനുള്ള കാരണം എന്താണ്? അത് മഫ്ഊൽ ബിഹിയാണ്. വീണ്ടും മഫ്ഊൽ ബിഹി സാൻ എന്ന് പറയും അല്ലെ? മഫ്ഊൽ ബിഹി സാൻ. കാരണം എന്താണ്? ഫിർഔനിന്റെ ആളുകൾ നിങ്ങളെ അനുഭവിപ്പിച്ചു. എന്തിനാണ് അനുഭവിച്ചത്? സൂഅ, ശിക്ഷയെ അല്ലെ? അപ്പോ അത് രണ്ടാമതായി വരുന്ന മഫ്ഊൽ ബിഹിയാണ്. സൂഅൽ അദാബി, അദാബി എന്ന് പറയുമ്പോൾ സൂഉൽ അദാബി അത് മുദാഫ് ഇലൈഹി മജ്റൂറാണ് അല്ലെ? കസ്ർ കൊണ്ട് അത് ജർ ചെയ്യപ്പെടുന്നു. സൂഅൽ അദാബി, സൂഅൽ അദാബി. പിന്നെ യുദബ്ബിഹൂന, 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 ദബ്ബഹ, ദബ്ബഹ, ദബ്ബഹ യുദബ്ബിഹു. ദബ്ബഹ യുദബ്ബിഹു. ഫഅല വസനിലാണ് ഇത് വരുന്നത്. അപ്പോ ദബ്ബഹ എന്ന് പറഞ്ഞാൽ അറുകൊല ചെയ്യിക്കുക. ദബഹ യദ്ബഹു സാധാരണ ബലി അറുക്കുന്നതിനൊക്കെ പറയും ദബഹ. ദിബഹ് എന്ന് പറഞ്ഞാൽ ബലിമൃഗത്തിന് ദിബഹ് എന്നൊക്കെ പറയും. അതിൽ നിന്ന് ദബ്ബഹ എന്ന് പറയുമ്പോൾ ബലി അറുപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അറുകൊല ചെയ്യിക്കുക. യുദബ്ബിഹൂന, നിങ്ങളെ അറുകൊല, യുദബ്ബിഹൂന അവരെന്ത് ചെയ്തിരുന്നു? യുദബ്ബിഹൂന ഒന്നാകെ കൂട്ടമായി കൂട്ടക്കൊല നടത്തുക എന്നുള്ളതാണ്. ദബ്ബഹ യുദബ്ബിഹു, യുദബ്ബിഹൂന. യുദബ്ബിഹൂന എന്ന് പറയുമ്പോൾ യുദബ്ബിഹൂന, യുദബ്ബിഹൂന എന്ന് പറയുമ്പോൾ അത് ഫിഅല് മുളാരിയാണ് അല്ലെ? ഫിഅല് മുളാരി ആണ്, ഫിഅല് മുളാരിയാണ്. പിന്നെ ഫിഅല് മുളാരി മർഫൂ ആകുന്നു. യുദബ്ബിഹൂന അവര് അറുകൊല നടത്തുന്നു എന്നർത്ഥം. അതിലടങ്ങിയ യുദബ്ബിഹൂന വാവുൽ ജമാഅത്ത് ضمير ضمير مبني على السكون ليه يذبحون അതിലടങ്ങിയ വാവുൽ ജമാഅത്ത് يذبحون ضمير مبني على السكون في محل رفع فاعل അത് ആ ضمير മുസ്തതിറായി വരുന്ന ضميറാണ് يذبحونയിൽ ഉള്ളത് അല്ലേ?
ശരി, ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ. മാഷാ അല്ലാഹ്. അബ്നാഅക്കും, അബ്നാഅക്കും, അബ്നാഅക്കും. അബ്നാഅക്കും എന്ന് പറയുമ്പോൾ ഇബ്ന് എന്നതിന്റെ ബഹുവചനമാണ് അബ്നാ. ഇബ്ന് എന്നതിന്റെ മകൻ, ഇബ്ന് എന്നതിന്റെ ബഹുവചനമാണ്. ഇബ്ന് എന്നതിന്റെ മറ്റൊരു ബഹുവചനം ഇതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇബ്നുൻ എന്നതിന്റെ എന്താണ്, ബനൂൻ അല്ലെ? ആ ബനൂനിൽ നിന്നാണ് ബനു ഇസ്രായേൽ ഉണ്ടായത് അല്ലെ? ബനു ഇസ്രായേൽ, യാ ബനി ഇസ്രായേൽ എന്ന് നമ്മൾ പഠിച്ച സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്നുൻ എന്നതിന്റെ മറ്റൊരു ബഹുവചനമാണ് ബനൂൻ. അതുപോലെ ഇബ്നുൻ എന്നതിന്റെ മറ്റൊരു ബഹുവചനമാണ് അബ്നാ. അപ്പോ യുദബ്ബിഹൂന, അവർ അറുകൊല നടത്തിയിരുന്നു. അപ്പോ അവരാണ് ഇവിടെ വാവുൽ ജമാഅത്തിൽ വരുന്ന, അതാണ് അവിടുത്തെ ഫാഇൽ അല്ലെ? യുദബ്ബിഹൂന, അവർ എന്നതാണ് അവിടുത്തെ ഫാഇൽ. അപ്പൊ അബ്നാഅക്കും എന്ന് പറയുമ്പോൾ ഇവിടെ അബ്നാ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മഫ്ഊൽ ബിഹി, അത് മഫ്ഊൽ ബിഹിയാണ് അല്ലെ? മൻസൂബായി വരുന്ന, നസ്ബ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അബ്നാ എന്നായി മാറുന്നു. അവർ അറുകൊല ചെയ്യുന്നു. അബ്നാഅക്കും. അപ്പൊ അബ്നാഅക്കും എന്ന് പറയുന്നതോ അബ്നാഉക്കും, അബ്നാഉക്കും നിങ്ങളുടെ മക്കൾ എന്നാണ്. നിങ്ങളുടെ മക്കൾ, അത് മുളാഫ് ഇലൈഹി എങ്കിൽ അബ്നാ അവിടെ മുളാഫും കും എന്നത് മുളാഫ് ഇലൈഹി ആയി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ അവിടെ കും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? കും എന്നത് വമീറാണ്, മബ്നിയുൻ അല സുക്കൂനാണ്. മീർ മുത്തസിൽ, അതെ, മബ്നിയുൻ അല സുക്കൂനാണ്. ഫീ മഹല്ലി എന്താണ്? ഫീ മഹല്ലി ജർ അല്ലേ? കാരണം മുളാഫ് ഇലൈഹി. ശരി. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന. അപ്പോ എന്താണ് പറഞ്ഞു? ഫിർഔന്റെ കൂട്ടർ നിങ്ങളെ കടുത്ത ശിക്ഷ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കെ അവരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. അവർ നിങ്ങളുടെ ആൺമക്കളെ, അബ്നാഅക്കും നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും വയസ്തഹ്യൂന നിസാഅക്കും, അവിടെ ഹർഫ് അത്ഫാണ് അല്ലെ? അത്ഫിന്റെ വാവാണ്. വയസ്തഹ്യൂന, യസ്തഹ്യൂന, ഇസ്തഹ്യാ, യസ്തഹ്യീ. മനസ്സിലായല്ലോ? ഓക്കെ. ഇസ്തഹ്യാ യസ്തഹ്യീ. ഇവിടെ ഇസ്തഹ്യാ യസ്തഹ്യീ, ഇത് ഹയാ യഹ്യാ എന്ന ഫിഅലിന്റെ, അതാണ് അതിന്റെ മുജറദായ ഫിഅൽ, ഹയാ യഹ്യ. വയഹ്യാ മൻ ഹയ്യ അൻ ബയ്യിനത്തിൻ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വയഹ്യാ അൻ,
അതിൽ നിന്ന് അതാണ് ഹയാ യഹ്യ, അതാണ് അതിന്റെ മുജറദായ രൂപം. അതിൽ നിന്ന് അതിന്റെ ഇസ്തഫ്അല വസ്നിലാണ് ഇസ്തഹ്യ എന്ന് വരുന്നത്. ഇസ്തഹ്യ, ഇസ്തഹ്യ യസ്തഹ്യി. അപ്പോ وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم ويستحيون استحيا يستحيي അതിൽ നിന്നാണ് يستحيون. അപ്പോൾ എന്താണ് ഫിഅല് മുദാരി' മർഫൂ' അല്ലേ? ഫിഅല് മുദാരി' മർഫൂ' യസ്തഹ്യൂന, അതിലുള്ള വാവുൽ ജമാഅത്ത് ളമീർ മുസ്തതിറാണ്, മബ്നിയൻ അല സുകൂനി ഫി മഹല്ലി റഫ് ഫാഇൽ അല്ലേ? വാവുൽ ജമാഅത്ത്. എന്താണ് ഇസ്തഹ്യ എന്ന പദത്തിന്റെ അർത്ഥം? ഇസ്തഹ്യ, ഇസ്തഹ്യ എന്ന് പറഞ്ഞാൽ ജീവിക്കുവാൻ അനുവദിക്കുക, ജീവിക്കുവാൻ വിടുക. ഇസ്തഹ്യ യസ്തഹ്യി. അപ്പൊ ഇവിടെ വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന, ഫിർഔനിന്റെ കൂട്ടുകാരിൽ നിന്നും നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയതിനെ നിങ്ങൾ അനുസ്മരിക്കുക. യസൂമൂനക്കും, അവർ നിങ്ങളെ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കെ സൂ അൽ അദാബി, ഹീനമായ ശിക്ഷയെ. യുദബ്യഹൂന, അവർ അറുകൊല നടത്തിയിരുന്നു. അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ. വയസ്തഹ്യൂന, അവർ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു, ജീവിക്കുവാൻ വിടുകയും ചെയ്തിരുന്നു. നിസാഅക്കും, 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 നിസാഅ് ഇംറഅത്തുൻ എന്നതിന്റെ ജമ്മാണ് നിസാ. സ്ത്രീ, സ്ത്രീകൾ. നിസാഅ്, നിസാഅക്കും എന്ന് പറയുന്നത് നിസാഅക്കും, നിസാഅ എന്ന് പറയുന്നത് അവിടെ മൻസൂബായി വരാനുള്ള കാരണം അത് മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ്. മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് അത് മൻസൂബായി മാറുന്നു. നിസാഅക്കും, നിസാഉക്കും നേരത്തെ പറഞ്ഞതുപോലെ അബ്നാഉക്കും, അത് മുദാഫ് ഇലൈഹിയാണ്. നിങ്ങളുടെ ആൺമക്കൾ, നിങ്ങളുടെ പെൺമക്കൾ, സ്ത്രീകൾ, നിങ്ങളുടെ സ്ത്രീകൾ. അപ്പോ ആൺമക്കളെ അറുകൊല ചെയ്യുകയും സ്ത്രീകളെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. അത്രയും ഹീനമായ ശിക്ഷ. ഇവിടെ ഒന്നാമത്തേതില് അബ്നാഉൻ, രണ്ടാമത്തേതില് നിസാ എന്നും പറയാനുള്ള കാരണം എന്താണ്? അബ്നാ എന്ന് പറഞ്ഞാൽ ആൺമക്കൾ എന്ന അർത്ഥത്തിലും നിസാ എന്ന് പൊതുവെ സ്ത്രീകളുടെ രൂപത്തിലും പറയാനുള്ള കാരണം എന്തായിരിക്കാം? ഒന്നാമത്തേത്, ചെറുപ്രായത്തിൽ തന്നെ ഒരാൺകുഞ്ഞ് ജനിച്ചാൽ ആ ആൺകുഞ്ഞിനെ അറുത്ത് കളയുക എന്നുള്ളതാണ്. നിസാ എന്ന് പറയുമ്പോൾ ജീവിക്കുവാൻ അനുവദിക്കപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ജീവിക്കുവാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അത് കാലാകാലവും അത് ആ കുട്ടി വലുതായി, പെൺകുഞ്ഞ് വലുതായി വലിയൊരു സ്ത്രീയായി കഴിഞ്ഞാലും അങ്ങനെ ജീവിക്കുവാൻ അവരെ അനുവദിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. വഫീ ദാലിക്കും,
ബലാഉം മിർ റബ്ബിക്കും അദീം. അവിടെ വരുന്ന വാവ് വഫീ ദാലിക്കും, ഒരു പുതിയൊരു കാര്യം നിങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ്. വഫീ ദാലിക്കും, അതിലുണ്ട്. അത് ഇസ്തിനാഫിന്റെ വാവായിട്ടാണ് വരിക. വാവ് ഇസ്തിനാഫ്. നേരത്തെ പറഞ്ഞതിലേക്ക് അത്ഫ് ചെയ്യപ്പെടുകയല്ല ചെയ്യുന്നത്. വൈദ്നജൈനാക്കും എന്ന് പറയുന്നതിലേക്ക് അത്ഫ് ചെയ്യപ്പെടുകയല്ല, മറിച്ച് വഫീ ദാലിക്കും. ഫി എന്നത് ഹർഫ് ജർ അല്ലേ? ഹർഫ് ജർ. ദാലിക്കും, അതിലുണ്ട്. ഇവിടെ ദാലിക്ക എന്നതിനെ ദാലിക്കും എന്ന രൂപത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. അവിടെ ഫീ ദാലിക്കും എന്നത് ദാലിക്ക എന്ന അതേ രൂപത്തിൽ തന്നെയാണ്, അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് അവിടെ. അത് ഇസ്മു ഇഷാറയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ദാലിക്ക, ദാലിക്കും അതുപോലെയുള്ള പ്രയോഗങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇസ്മു ഇഷാറയാണ് ദാലിക്കും എന്നത്. ഇസ്മു ഇഷാറ ബഈദ്. ഇൻഷാ അല്ലാഹ് ഇഷാറകളെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇതായിരിക്കും. അത് ഫി മഹൽ എന്തായിരിക്കും ഇസ്മു ഇഷാറ? അത് മബ്നിയാണ് അല സുകൂൻ, മബ്നി അല സുകൂനാണ്. ഫി മഹൽ എന്തായിരിക്കും? ജറായിരിക്കും അല്ലെ? ഫി മഹല്ല് ജർ. കാരണം വഫീ ദാലിക്കും എന്ന വഫീ ഇവിടെ വന്നത് കൊണ്ട് അവിടെ മഹല്ല് ജറാണ്. ബലാഉൻ, ബലാഉൻ എന്നത് പരീക്ഷണം. ബലാഉൻ ഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും. ബലാഉൻ എന്ന് പറയുന്നത് പരീക്ഷണം. ഇവിടെ അതിന്റെ സ്ഥാനം പറയുകയാണെങ്കിൽ ബലാഉൻ എന്നത് വഫീ ദാലിക്കും എന്നതും വഫീ ദാലിക്കും അതിൽ നിങ്ങൾക്കുണ്ട്. ബലാഉൻ, ബലാ ഉണ്ട്, അതിലുണ്ട് ബലാഉൻ. ശരിക്കു പറഞ്ഞാൽ ബലാ അതിലുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോ അത് പ്രയോഗത്തിൽ വഫീ ദാലിക്കും ബലാഉൻ എന്നാണ് പറയുക. അതുകൊണ്ട് ഈ ബലാഇനെ മുബ്തദ മുഅഖർ എന്ന് പറയാം. മുബ്തദ ആണ് അത്, പക്ഷെ അത് മുഅഖർ ആയിട്ടാണ് വന്നത്. എന്നാൽ അതേസമയം വഫീ ദാലിക്കും എന്നതിന്റെ സ്ഥാനം പറയുമ്പോൾ അത് ഖബർ മുഖദ്ദമാണ്. വഫീ ദാലിക്കും എന്ന് പറയുമ്പോൾ അത് ഖബർ മുഖദ്ദമായിട്ടാണ്. ഖബർ മുഖദ്ദം. ഫീ ദാലിക്കും ബലാ. മിൻ റബ്ബിക്കും, മിൻ ഹർഫ് ജറാണ്. മിൻ റബ്ബിക്കും നിങ്ങൾക്കറിയാം. റബ്ബിക്കും എന്നത് റബ്ബ്, ഇവിടെ റബ്ബി എന്നുള്ളത് അത് മജ്റൂറായി വരുന്നു. പിന്നെ റബ്ബുക്കും എന്നത് അതില് റബ്ബ് മുളാഫും റബ്ബുക്കും എന്നത് അത്
മുളാഫ് ഇലൈഹിയും ആയി മാറുന്നു അല്ലെ. റബ്ബുക്കും ഇനി റബ്ബുക്കും മിർ റബ്ബിക്കും. റബ്ബയുടെ ഇസ്മ മജ്റൂറാണ്, അതോടൊപ്പം മുളാഫാണ്. പിന്നെ കും എന്നത് ളമീർ മബ്നി അല സുകൂനി ഫി മഹല്ലി ജർ അല്ലേ. മുളാഫ് ഇലൈഹി ആയി വരും. وفي ذلكم بلاء من ربكم عظيم. عظيم عظيم അളീമുൻ എന്താണ്? അളീമുൻ അത് നഅത്തായിട്ടാണ് വരുന്നത് അല്ലെ. എന്താണ് അളീമുൻ എന്നത്? നഅത്തായിട്ടാണ് വരുന്നത്, മൻഊത്തല്ല, നഅത്ത്. ഏതാണ് അവിടെ മൻഊത്തായി വരിക? ബലാ അല്ലെ. ബലാഉൻ അളീം. ബലാഉൻ അളീമുൻ. ബലാഉൻ അളീമുൻ എന്നതാണ്. ഫീദാലിക്കും ബലാഉൻ മിർ റബ്ബിക്കും അളീം. അപ്പം അളീമും നഅത്താണ്. അതിന്റെ മൻഊത്ത് എന്താകുന്നു? ബലാ ആകുന്നു. അളീമുൻ എന്നതിന്റെ അർത്ഥം എന്താണ്? വമ്പിച്ച, വലിയ, മഹത്തായ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. ഇവിടെ അളീം അതിന്റെ വലിപ്പം, ഒരു വസ്തുവിന്റെ അതിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ വലുപ്പം, അതിനെയാണ് യഥാർത്ഥത്തിൽ അളീം സൂചിപ്പിക്കുന്നത്. ഫീദാലിക്കും ബലാഉൻ മിർ റബ്ബിക്കും അളീം. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇതിന്റെ വിശദീകരണങ്ങൾക്ക് ശേഷം അടുത്ത ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ദാലികും ബലാഉൻ മിർ റബ്ബികും അദീം. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. ഫിറഔന്റെ കൂട്ടർ നിങ്ങളെ കടുത്ത ശിക്ഷ അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കെ അവരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭവും ഓർക്കുക. അവർ നിങ്ങളുടെ ആൺമക്കളെ അറുകൊല ചെയ്യുകയും നിങ്ങളുടെ സ്ത്രീകളായ മക്കളെ ജീവിക്കുവാൻ വിടുകയും ചെയ്തിരുന്നു. വഫീ ദാലികും ബലാഉൻ മിർ റബ്ബികും അദീം. അതിൽ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഒരു വമ്പിച്ച പരീക്ഷണം ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം വിശദീകരിക്കാം. ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുവാൻ നമ്മൾ പരിശ്രമിക്കുക പരമാവധി. ഖുർആൻ പഠിക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭത്തെയും നമ്മൾ ഒഴിവാക്കാതിരിക്കുക. പഠിക്കുന്നത് അത് കൃത്യമായി അറിയുവാനും മനസ്സിൽ സൂക്ഷിക്കുവാനും അതോടൊപ്പം അതിൽ അടങ്ങിയ വിജ്ഞാനങ്ങൾ, അതിലെ ആശയങ്ങളുമൊക്കെ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുവാനും നമ്മൾ പരിശ്രമിക്കുക. അത് ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ അതുണ്ടായിരിക്കുകയും ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ അത്യധ്വാനം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളവരായി നമ്മൾ മാറുക. ഖുർആൻ പഠിക്കുന്നത് നമ്മുടെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയാണ് എന്ന ബോധം നമുക്കൊരിക്കലും നഷ്ടപ്പെടാതിരിക്കുക. ഇതിൻ്റെ പേരിൽ
ഏതെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളോ കടന്നു വരാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റിയാഇന്റെ ഉദ്ദേശങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു വലിയ മേഖലയാണ് ഖുർആൻ പഠനം എന്നൊക്കെ പറയുന്നത്. ഖുർആൻ പഠനമാവട്ടെ, പാരായണമാവട്ടെ, അതൊക്കെ സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കുക. നാം ഒരായത്ത് ഓതുമ്പോൾ ആ ആയത്ത് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ കേൾക്കുന്നതിനേക്കാൾ ഉപരി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാമിനെ അതിന്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഭംഗിയായി ഞാൻ ഖുർആൻ ഓതുന്നത് എന്നെ സൃഷ്ടിച്ച ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ച ആ നാഥൻ അറിയുന്നുണ്ട് എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ നിർവഹിക്കുക. ഏതൊരു ചെറിയ കാര്യവും അത് വലുതാക്കുവാനും അത് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറഞ്ഞതുപോലെ യുഹിബ്ബൂന യുഹ്മദു ബിമാ ലം യഫ്അലു. പൊതുവെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. യുഹിബ്ബൂന യുഹ്മദു, അവർ പ്രകീർത്തിക്കപ്പെടാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ആളുകൾ അവരെക്കുറിച്ച് നല്ലത് പറയാൻ അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ബിമാ ലം യഫ്അലു, അവർ പ്രവർത്തിക്കാത്തത് വഴി. പ്രവർത്തിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ കുറെ ജനങ്ങളിൽ നിന്നുള്ള നല്ല അഭിനന്ദനങ്ങൾ കിട്ടുവാനൊക്കെ ജനങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് വലിയ ഗൗരവത്തോടു കൂടിയിട്ടാണ് ഖുർആൻ സത്യത്തിൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന്റെ ആ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറാതെ നമുക്ക് അതിൽ നിലയുറപ്പിക്കുക. ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുവാനും അതിൽ ഫിത്തനകൾ ഉണ്ടാക്കുവാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും കുഴപ്പത്തിൽ ചാടിക്കുവാനും ആളുകൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഖുർആൻ ഇന്ന് മുസ്ലിം സമൂഹത്തിലേറെ പലപ്പോഴും അനാവശ്യമായ തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ കലാമിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരമായ ഒരു നിലപാടായിരിക്കും എന്ന കാര്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഖുർആൻ ഏതൊരു ലക്ഷ്യത്തിനാണോ അവതരിപ്പിക്കപ്പെട്ടത് അത് മനുഷ്യരെ പൂർണ്ണമായും ശുദ്ധമാക്കി എല്ലാ തരത്തിലുമുള്ള ജീർണതകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജാഹിലിയത്തുകളിൽ നിന്നും അജ്ഞതകളിൽ നിന്നും ഒക്കെ അവരെ മോചിപ്പിച്ച് അവർക്ക് ഈ ദുനിയാവിൽ ശരിയായ ദിശാബോധം നൽകി അവർക്ക് കൃത്യമായ അറിവുകൾ പകർന്നു കൊടുത്ത് അവരെ ജാഹിലിയത്തിന്റെ കൂരിരുട്ടുകളിൽ നിന്ന് അവരെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ പൊൻവെളിച്ചം നൽകി അവരെ നന്നാക്കിയെടുക്കുക എന്ന പ്രവൃത്തിയാണ് വിശുദ്ധ ഖുർആൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. സമൂഹത്തിൽ നന്മയുണ്ടാവണം, നമ്മുടെ കുടുംബങ്ങളിൽ നന്മയുണ്ടാവണം, വ്യക്തികളിൽ നന്മയുണ്ടാവണം, നമ്മുടെ ചെറുപ്പക്കാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ യുവാക്കളിൽ, നമ്മുടെ സ്ത്രീകളിൽ, എങ്ങനെ തുടങ്ങി എല്ലാവരിലും നന്മയുണ്ടായിരിക്കണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ തന്നെ പഠിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ അങ്ങനെ അതിൽ നിലനിർപ്പിക്കുവാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനിൽ അടങ്ങിയ എല്ലാ വിജ്ഞാനങ്ങളും അത് ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായി ഉൾക്കൊള്ളുവാനും അറിയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.